നമസ്കാരം. ഞാൻ ഡോക്ടർ അരുൺ വാസുദേവൻ, ഫൗണ്ടർ ഡയറക്ടർ IDRP തിരുവനന്തപുരം. ഇപ്പോൾ പൊതുവെ കണ്ടുവരുന്ന ഒരു പ്രതിഭാസമാണ് ഇമ്പോർട്ടൻസ് ഇൻഫെർട്ടിലിറ്റി. അപ്പം പൊതുവെ ഇവിടെ നമ്മുടെ അടുത്ത് വരുന്ന കൂടുതലും ഡയബറ്റീസ് വന്നിട്ട് ഇമ്പോർട്ടൻസ് വരുന്ന ആൾക്കാർ, അത് പുരുഷന്മാരിലും സ്ത്രീകളിലും ഒരേപോലെ വരാറുണ്ട്. അപ്പം ഡയബറ്റീസ് ഇല്ലാത്തവരും പല പ്രശ്നങ്ങളും കൊണ്ട് ഈ ഇമ്പോർട്ടൻസ് വരുന്നുണ്ട്. അപ്പോൾ ഇതിൽ നമ്മൾ കാണുന്ന ചില കാര്യങ്ങൾ, അതിൻ്റെ എന്തുകൊണ്ടാണ് അത് വരുന്നത്, അത് നമുക്ക് എങ്ങനെ നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റും, എങ്ങനെ തിരിച്ചറിയാൻ പറ്റും, അത് എങ്ങനെ നമുക്ക് നാച്ചുറലായിട്ട് മാറ്റാൻ പറ്റും, ഈ കാര്യങ്ങളാണ് ഞാൻ ഇതിനകത്ത് പറയുന്നത്. അപ്പോൾ ഈ ഇമ്പോർട്ടൻസ് ഇൻഫെർട്ടിലിറ്റി ഇങ്ങനെയുള്ള ഒരു രോഗം ആയിട്ടാണ് ആദ്യം നമ്മളടുത്ത് പ്രസൻറ്റ് ചെയ്യുക. പക്ഷേ ഇതിൻ്റെ ഇൻവെസ്റ്റിഗേഷൻസ് മിക്കവാറും സ്പെഷ്യലിസ്റ്റുകളുടെ അടുത്തൊക്കെ പോയിട്ട് വരുന്നവരാണെങ്കിൽ മിക്കവാറും MRIയും മറ്റ് ഹോർമോണൽ അസേസും മറ്റ് ഇൻവെസ്റ്റിഗേഷൻസ് എല്ലാം ചെയ്തിട്ടായിരിക്കും വരുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ കാര്യങ്ങളിലേക്ക് എത്താൻ പറ്റും. അപ്പോൾ ഇത് പല കാരണങ്ങൾ കൊണ്ടാണ് വരുന്നത്. അപ്പോൾ ഈ ഇമ്പോർട്ടൻസി ഈവൻ ഇപ്പോൾ പല സൈക്കോളജിക്കലായിട്ടുള്ള റീസൺസ് കൊണ്ട് വരാം. അത് ഹസ്ബൻഡും വൈഫുമായിട്ടുള്ള ചില പ്രശ്നങ്ങൾ കൊണ്ടോ, അല്ലെങ്കിൽ എക്സ്ട്രാ മെറിറ്റൽ റിലേഷൻസൊക്കെ കൊണ്ടോ, ഇങ്ങനെയൊക്കെ ഉള്ള പ്രശ്നങ്ങൾ, ഡിപ്രഷൻ കൊണ്ടോ, ഇപ്പോൾ സൈക്കാട്രിക് പ്രശ്നങ്ങൾ കൊണ്ടോ, ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ കൊണ്ട് വരാം. അത് കൂടാതെ ഫിസിയോളജിക്കലായിട്ടുള്ള പ്രശ്നങ്ങൾ കൊണ്ടും വരാം, പിന്നെ പത്തോളജിക്കലായിട്ടുള്ള പ്രശ്നങ്ങൾ കൊണ്ടും വരാം. അപ്പോൾ ഈ റീസൺസാണ്, ഈ കാരണങ്ങളാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ പ്രധാന ലക്ഷണങ്ങളെന്ന് പറയുന്നത് ഇതൊക്കെയാണ്. പിന്നെ ഇമ്പോർട്ടൻസ് വരിക, ഇൻഫെർട്ടിലിറ്റി വരിക, വണ്ണം വയ്ക്കുക, പിന്നെ അതേപോലെ ആങ്സൈറ്റി, ഡിപ്രഷൻ ഇങ്ങനെയുള്ള സിംറ്റംസ് ഒക്കെ കാണിക്കുക. ഇതൊക്കെയാണ് പ്രധാന രോഗലക്ഷണങ്ങളായിട്ട് നമ്മൾക്ക് പ്രസൻറ്റ് ചെയ്യും. പ്രധാന ഫിസിയോളജിക്കലായിട്ടുള്ള കാരണങ്ങളെന്ന് പറയുന്നത് ടെൻഷൻ കൂടുന്ന പ്രശ്നങ്ങൾ, സ്ട്രെസ് കൂടുന്ന സാഹചര്യങ്ങൾ. അത് ഫിസിക്കൽ സ്ട്രെസ് ആണെങ്കിൽ ശരി, അതുപോലെ ഒരുപാട് ഇപ്പോൾ എക്സസൈസ് ചെയ്ത് ജിമ്മിലൊക്കെ പോയിട്ട് കോമ്പറ്റീഷൻസിലൊക്കെ പങ്കെടുക്കുന്ന ബോഡി ബിൽഡേഴ്സിനൊക്കെ വരാം ഈ ഹൈപ്പർ പ്രൊലാക്റ്റിനീമിയ എന്ന് പറഞ്ഞ അസുഖം വരാം. അതായത് പ്രൊലാക്റ്റിൻ്റെ അളവ് കൂടുന്നതാണ് ഇതിൻ്റെ ബേസിക് കാര്യം. അപ്പോൾ പ്രൊലാക്റ്റിൻ എന്ന് പറയുന്നത് നമ്മുടെ തലച്ചോറിനകത്ത് നടുവിലിരിക്കുന്ന ഒരു ചെറിയ ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന ഒരു ഹോർമോണാണ്. അപ്പോൾ ഈ ഹോർമോൺ ക്രമാതീതമായി കൂടുന്നതിൻ്റെ ഒരു കാരണം എന്ന് പറയുന്നത് ട്യൂമർ വരിക. അപ്പം ഈ പിറ്റ്യൂട്ടറി ട്യൂമർ, അഡിനോമയൊക്കെ വന്നു കഴിഞ്ഞാൽ ബിനൈനാണ്, കുഴപ്പമൊന്നും വരില്ല. അത് വന്നു കഴിഞ്ഞാലും ഒരു ബോൺ ക്യാവിറ്റിക്കകത്ത് ആയതുകൊണ്ട് അത് സൈസ് വലുതായ പ്രശ്നമാണ്, സർജറിയൊക്കെ വേണ്ടി വരും. അല്ലെങ്കിൽ ഇപ്പോൾ ലേസർ, ഒരുപാട് ട്രീറ്റ്മെൻറ്റ്സ് ഉണ്ട്. ഹൈപ്പോതൈറോയിഡിസം ഉള്ളവരിൽ വരാം, ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉള്ളവരിൽ വരാം. സ്ട്രെസ്സ് കൂടുതലുള്ള ആൾക്കാർ, അതിപ്പോൾ മാനസിക സ്ട്രെസ് ആണെങ്കിലും, ഇപ്പോൾ ടെൻഷനൊക്കെ കൂടുതലുള്ള ആൾക്കാർ, അല്ലെങ്കിൽ വെറിയേഴ്സ്, എന്ത് ചെറിയ കാര്യത്തിനും ഭയങ്കരമായിട്ട് വെറി ചെയ്യുന്ന ആൾക്കാർ. അപ്പോൾ ഇവർക്കൊക്കെ സാധാരണ ഉറക്കമില്ലാത്ത ആൾക്കാർ പ്രൊലാക്റ്റിൻ്റെ അളവ് കൂട്ടുന്നുണ്ട്. മെയിനായിട്ട് ഈ സൈക്കാട്രിക് മെഡിക്കേഷൻസ് കഴിക്കുന്നവരിൽ ഇത് കാണാറുണ്ട്. അപ്പം ആൻറ്റി ഡിപ്രസൻസ് കഴിക്കുന്നവരിൽ കാണാറുണ്ട്. ആങ്സൈറ്റിക്കൊക്കെ പലതരത്തിൽ ഉറങ്ങാനുള്ള മരുന്നുകളൊക്കെ കഴിക്കുന്നവരിൽ ഇത് കാണാറുണ്ട്. അപ്പോൾ ഇതൊക്കെ സെക്കൻഡറി എഫക്റ്റായിട്ട് നമുക്ക് ഈ പ്രൊലാക്റ്റിൻ്റെ അളവ് കൂടാം. അപ്പം പൊതുവെ ഈ പ്രൊലാക്റ്റിൻ നമുക്ക് ഗുണമുള്ള സാധനമാണ്. കാരണം പ്രൊലാക്റ്റിൻ്റെ അളവ് പുരുഷന്മാരിൽ 20 യൂണിറ്റിന് താഴെയും സ്ത്രീകളിൽ 20 മുതൽ 40 യൂണിറ്റിന് വരെയും ആണ് നോർമൽ റേഞ്ച്. പക്ഷേ ഇപ്പം മുലയൂട്ടുന്ന അമ്മമാരിൽ ഇത് ചിലപ്പോൾ 400 വരെ കൂടാം. അങ്ങനെ കൂടിയാലും അത് നോർമൽ തന്നെയാണ്. കാരണം ഈ നിപ്പിൾ സ്റ്റിമുലേഷൻ കണ്ടിന്യൂസ് ആയിട്ട് വരുമ്പോഴത്തേക്കും പ്രൊലാക്റ്റിൻ്റെ അളവ് കൂടുന്ന ഒരു ഫീഡ്ബാക്ക് മെക്കാനിസം നമ്മുടെ ശരീരത്തിലുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് പ്രൊലാക്റ്റിൻ 400 വരെ പോകുന്നത്. അത് പക്ഷേ നോർമലാണ്, കുഴപ്പമൊന്നും വരത്തില്ല. പക്ഷേ ഈ ട്യൂമറൊക്കെ ഉള്ളവരിൽ 10,000, 20,000, 50,000 വരെയൊക്കെ പോകുന്നത് കാണാം. കൂടാതെ ഒരുപാട് തരം മരുന്നുകൾ അളവിലൊന്നും 1000-ന് മുകളിലായിരിക്കും എപ്പോഴും കാണുക. പിന്നെ മറ്റ് രോഗങ്ങളെല്ലാം ഈ പറഞ്ഞ രീതിയിൽ കുറഞ്ഞ അളവിലായിരിക്കും. പക്ഷേ നമുക്ക് അസുഖങ്ങൾ ഒരുപാട് ഉണ്ടാവും. പുരുഷന്മാരിലാണെങ്കിൽ ഗൈനക്കോമാ ബ്രസ്റ്റൊക്കെ വലുതാകും. സ്ത്രീകളിലാണെങ്കിൽ ഈ ഓവുലേഷൻ നടക്കത്തില്ല. കാരണം പ്രോസ്റ്ററോൺ, ഈസ്ട്രോജനും ഈ ടെസ്റ്റോസ്റ്ററോണിൻ്റെ അളവുകളൊക്കെ കുറഞ്ഞിട്ട് ഒരുപാട് പ്രശ്നങ്ങൾ വരും. അപ്പോൾ ഓവുലേഷൻ നടക്കത്തില്ല, അങ്ങനെ ഇൻഫെർട്ടിലിറ്റി വരും. അത് പുരുഷന്മാരിലാണെങ്കിൽ സ്പേംസിൻ്റെ പ്രൊഡക്ഷൻ കുറയും. ഇങ്ങനെ എല്ലാ രീതിയിലും ഇൻഫെർട്ടിലിറ്റിയിലേക്ക് നയിക്കും, മൂഡ് സ്വിങ്സിലേക്ക് നയിക്കും, ഡിപ്രഷനിലേക്ക് നയിക്കും, ആങ്സൈറ്റി ന്യൂറോസിസിലേക്കൊക്കെ
നയിക്കുന്ന ഒരു പ്രശ്നമാണ്. അപ്പോൾ ഇതൊരു വലിയ വിഷയമാണ്. കാരണം അത് അവരുടെ പ്രൊഫഷനെ ബാധിക്കും, കുടുംബത്തെ ബാധിക്കും, മൊത്തത്തിൽ അവരുടെ ലൈഫിനെ ക്രിപ്പിൾ ചെയ്യും. അപ്പോൾ നമുക്ക് ഇത് എങ്ങനെ പരിഹരിക്കാം? ഇതിന് പല മരുന്നുകൾ അവൈലബിൾ ആണ്. പക്ഷെ വളരെ സ്ട്രോങ് ആണ്, ഹോർമോൺസ് ആണ്, അത് സിന്തറ്റിക് ആണ്. അപ്പം അത് കഴിച്ചു കഴിഞ്ഞാൽ ഇത് കുറയും. പക്ഷേ അതിൻ്റേതായ സൈഡ് എഫക്ട്സ് ഉണ്ടാവും. അപ്പം സൈഡ് എഫക്ട്സ് ഇല്ലാതെ സേഫായിട്ട് നാച്ചുറലായിട്ട് ഇത് കുറയ്ക്കാൻ പറ്റും. അതായത് വൈറ്റമിൻ B6 വൈറ്റമിൻ ഇയുമുള്ള സാധനങ്ങൾ, ഭക്ഷണ സാധനങ്ങൾ നിങ്ങളുടെ റെഗുലർ ഡയറ്റിൽ ഉൾപ്പെടുത്തുക. അതേപോലെ നിങ്ങൾ ഈ ഗ്ലൂട്ടനുള്ള സാധനങ്ങളൊന്നും ഉപയോഗിക്കാതിരിക്കുക. ഗ്ലൂട്ടൻ എന്ന് പറയുമ്പോൾ അത് മൈദ, ഗോതമ്പ്, ഇതിലൊക്കെ ഗ്ലൂട്ടൻ കൂടുതലാണ്. അപ്പോൾ അതൊക്കെ ഒഴിവാക്കുക. വൈറ്റമിൻ B6 ഉള്ളതെന്ന് പറഞ്ഞാൽ ഫ്രൂട്ട്സ്, നമ്മുടെ മാങ്ങ, ചക്ക, കിവി, അവോക്കാഡോ, പൈനാപ്പിൾ, പിന്നെ ചിക്കു, ഇതിലെല്ലാം തന്നെ ധാരാളം വൈറ്റമിൻ B6. മാംഗോയിലൊക്കെ വൈറ്റമിൻ ഇയും ധാരാളം അടങ്ങിയിട്ടുണ്ട്. പഴത്തിലും വൈറ്റമിൻ B6 ധാരാളം അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ സീസണൽ ഫ്രൂട്ട്സായിട്ട് കഴിക്കുക. പുറത്തിച്ചക്ക, ഗ്രേപ്സ്, ഇതിലെല്ലാം ഉണ്ട് വൈറ്റമിൻ B6. അപ്പോൾ വൈറ്റമിൻ ഇ ഇപ്പോൾ സാൽമൺ, മീനിലൊക്കെ ഉണ്ട്. അപ്പോൾ ഇതൊക്കെ നമ്മൾ റെഗുലർ ഡയറ്റിൽ ഉൾപ്പെടുത്തിയാൽ ധാരാളം മതിയാവും. പിന്നെ അതേപോലെ നമ്മൾ ഈ ആഹാരം കഴിക്കുന്നത് വിശപ്പുള്ളപ്പോഴായിരിക്കണം കഴിക്കുക. അപ്പോൾ ഇവർക്ക് ഈ ഒബിസിറ്റി ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. ടെസ്റ്റോസ്റ്റിറോണിൻ്റെ അളവ് കുറയും, വാട്ടർ റിട്ടൻഷൻ കൂടും. അങ്ങനെ വരുമ്പോഴത്തേക്കും ഒബിസിറ്റി വരും. അപ്പോൾ അവർ പറയും ഞാൻ വളരെ കുറച്ചേ കഴിക്കുന്നുള്ളൂ എന്ന് പോലും ഒരുപാട് വണ്ണം വയ്ക്കുന്നുണ്ട്. എക്സസൈസ് ചെയ്യുന്നു പക്ഷേ വണ്ണം കുറയുന്നില്ല. അപ്പോൾ ഇവർക്കൊക്കെ പ്രൊലാക്റ്റിൻ്റെ അളവ് കൂടാനുള്ള സാധ്യതയുണ്ട്. ഇൻവെസ്റ്റിഗേഷൻസ് ചെയ്ത് കഴിഞ്ഞാൽ അത് കണ്ടുപിടിക്കാൻ പറ്റും. എന്നിട്ട് നമ്മൾ അത് കുറയ്ക്കാനുള്ള കാര്യങ്ങൾ ചെയ്താൽ മതി. ഈസി ആയിട്ട് മാറ്റാവുന്നതേ ഉള്ളൂ. 6 മാസം മുതൽ ഒരു വർഷത്തിനകത്ത് നമുക്കിതെല്ലാം മാറ്റാൻ കഴിയും. അപ്പോൾ തീർച്ചയായിട്ടും ഡയബറ്റീസ് ഒക്കെ ഉള്ള, ഇൻസുലിൻ റെസിസ്റ്റൻസ് ഒക്കെ ഉള്ളവർക്ക്, അതുപോലെ വൃക്കരോഗം, ക്രോണിക് കിഡ്നി ഡിസീസ് ഉള്ളവർക്ക്, സീഷേഴ്സ് ഉള്ളവരിൽ, ഉറക്കക്കുറവ്, ഇവരിലെല്ലാം ഈ പ്രൊലാക്റ്റിൻ്റെ അളവ് കൂടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ ഇവർക്ക് തീർച്ചയായിട്ടും ഇവരൊക്കെ ഈ പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോൾ ഈ പറഞ്ഞ ഫുഡൊക്കെ കഴിക്കുക, ഒഴിവാക്കേണ്ടത് ഒഴിവാക്കുക, റെഗുലറായിട്ടുള്ള ഒരു മോഡറേറ്റ് എക്സസൈസ് ചെയ്യുക, പിന്നെ സ്ട്രെസ്സ് കുറയ്ക്കാനുള്ള കാര്യങ്ങൾ ചെയ്യുക. പക്ഷേ ഇതൊക്കെ നിങ്ങളൊരു റിവേഴ്സൽ സെൻറ്ററിൽ പോയി കഴിഞ്ഞാൽ ഇതൊക്കെ അവൈലബിൾ, ഈസി ആയിട്ട്, നാച്ചുറലായിട്ട്, സേഫായിട്ട് നിങ്ങൾക്ക് വിതിൻ എ ഷോർട്ട് പീരീഡ് ഓഫ് ടൈം 6 to 12 months നിങ്ങൾക്ക് പൂർണ്ണമായിട്ടത് മാറ്റാൻ കഴിയും. അപ്പോൾ മരുന്ന് കഴിച്ചാലും മാറും. പക്ഷേ മരുന്ന് കാലങ്ങൾ കഴിക്കേണ്ടി വരും. പക്ഷേ അത് കഴിക്കും തോറും അതിൻ്റേതായ സൈഡ് എഫക്ട്സ് നിങ്ങൾ ബെയർ ചെയ്യേണ്ടി വരും. അതാണ് ഇതിൻ്റെ ഒരു മെയിൻ കുഴപ്പം. അപ്പം സ്ത്രീകളിലും പുരുഷന്മാർക്കും ഒരേപോലെ കണ്ടുവരുന്ന ഒരു പ്രശ്നമാണിത്. ഇത് നമുക്ക് നിസ്സാരമായിട്ട് മാറ്റാൻ കഴിയുന്നതാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കളിലും ബന്ധുക്കളിലും ഒക്കെ ഇത് എത്തിക്കുക, ഗ്രൂപ്പുകളിൽ ഷെയർ ചെയ്യുക. നന്ദി, നമസ്കാരം.